ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. തിരുവചനവുമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ഈ തരുണത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം ഒരു വിശേഷാൽ സന്ദേശമാണ്. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം, ഓശയ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എഫ്രയീം മറിച്ചിടാത്ത ദോശ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുപക്ഷെങ്കിൽ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വേദഭാഗമായിരിക്കാം. മറിച്ചിടാത്ത ദോശയെന്ന് എഫ്രയീം ഗോത്രത്തെ ദൈവം വിളിക്കുന്നു. അതിനൊരു കാരണമുണ്ട് അങ്ങനെ വിളിക്കുന്നതിന്. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ മനപ്രയാസങ്ങളും ദുരിതങ്ങളും വേദനയും കഷ്ടതയും രോഗവും അനേക ബുദ്ധിമുട്ടുകളും ദാസ്യത്വവും എന്ന് വേണ്ട പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രവാചകന്മാരും നീതിമാന്മാരും പ്രാർത്ഥനാവീരന്മാരും ദൈവത്തോട് ബന്ധം പുലർത്തുന്ന വ്യക്തിത്വങ്ങൾ അടുത്തു വന്ന് ദൈവത്തോടൊരു അപേക്ഷ നടത്തി, ഞങ്ങൾക്ക് ചികിത്സ നൽകി ഞങ്ങളെ രക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നല്ല ആവശ്യമാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ ആവശ്യങ്ങളുണ്ട്. പ്രശ്നപരിഹാര പ്രാർത്ഥന നമ്മളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പ്രശ്നങ്ങൾ കൂടുന്ന ഉടനെ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ സങ്കടവും അവരുടെ പരാതിയും ആവലാതിയും അപേക്ഷയും കേട്ട് ദൈവം താണിറങ്ങി വന്നു അവരെ ചികിത്സിക്കുവാൻ. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ ഒരു കാര്യം സ്കാനിങ്ങിൽ വെളിപ്പെട്ടു. എക്സ്റേ എടുത്തു. ചില രോഗങ്ങൾ മാറാതെ അവരെ പിടികൂടിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വലിയൊരു ആത്മപരിശോധനയ്ക്കായി അവരെ വിധേയമാക്കി. അങ്ങനെ ചീട്ട് എഫ്രയീം ഗോത്രത്തിന് വീണു. അവർ കണ്ടുപിടിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടുപിടിച്ചു, ഇവൻ മറിച്ചിടാത്ത ദോശയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഹോശയ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ 12 കാര്യങ്ങൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 1, ഒരു വശം മാത്രം വെന്ത ദോശ എന്ന് പറഞ്ഞാൽ 2 നിറം ഉള്ളവർ, ഇരട്ട സ്വഭാവമുള്ളവർ, 2 വാക്കുള്ളവർ. 2-ാമത്തെ കാര്യം സ്വാർത്ഥത നിറഞ്ഞവർ. അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. വേറൊരുവർക്ക് വേണ്ടി അവരുടെ അനുഗ്രഹവും അവരുടെ പ്രയത്നവും അവരുടെ ശുശ്രൂഷയും അവൈലബിൾ അല്ല. 3, മനസാക്ഷിക്ക് വിരോധമായി ഇടപെടുന്നവർ എന്ന് പറഞ്ഞാൽ വ്യർത്ഥ ബുദ്ധികൾ. 4, ഒത്തൊരുമയില്ലാത്തവർ. 2 നിറം കാണിച്ചുകൊണ്ട് 2 വശത്തും 2 രീതിയിലുള്ളതായ പ്രഭവങ്ങൾ വെളിപ്പെടുത്തുന്നവർ. 5, ഒരാളുടെ മൊഴിയിൽ മാത്രം കേട്ടുകൊണ്ട് ന്യായം വിധിക്കുന്നവർ. ഇല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് ഒരു നിരപരാധികൾ ഒരു സങ്കടവുമായി അവരുടെ മുൻപിൽ വന്നാൽ രണ്ടുപേരുടെയും പരാതികളും അവരുടെ വേദനകളും ചോദിച്ചറിയാതെ ഒരാളിൻ്റെ മൊഴി മാത്രം കേട്ടുകൊണ്ട് അഭിപ്രായവും ന്യായവും പറയുന്നവർ. 6, ഇരുട്ടിലെ ഗുപ്തതകൾ നിറഞ്ഞവർ എന്ന് പറഞ്ഞാൽ ആരും കാണാത്ത സ്ഥാനത്ത് ഇരുട്ടിൽ അനേക രഹസ്യങ്ങളും അനേക ദുഷ്ടതകളും മറച്ചു വച്ചിരിക്കുന്നവർ. 7, പകലിലെ ജ്വലനത്തിൽ വ്യാജം നിറഞ്ഞവർ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ജ്വലിച്ചു കാണിക്കുന്ന പ്രകാശത്തിങ്കൽ ഒരു പരമാർത്ഥതയുമില്ല, വ്യാജമായിട്ടാണ് ആ ജ്വലനങ്ങൾ മുഴുവനും. 8, ഇരുപക്ഷത്തെയും ഒന്നാക്കാത്തവർ എന്ന് പറഞ്ഞാൽ ഐക്യമത്യപ്പെട്ട് പോകുവാനുള്ളതായ ഒരു ഉപദേശം, ഐക്യതയുടെ ഉപദേശം അവരുടെ ഇടയിൽ പ്രാവർത്തികമാകാത്തവർ. 9, പിശുക്കന്മാർ, ചെലവ് ചെയ്യത്തില്ല. അപ്പം കുഴയ്ക്കുന്നത് മുതൽ അത് പുളിച്ചു വരുന്നിടം വരെ തീകുണ്ടം അല്ലെങ്കിൽ ചൂള കത്തിച്ച് അത് ചൂടാക്കി വെച്ചെങ്കിലേ രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ശരിയാകത്തുള്ളൂ. പക്ഷെങ്കിൽ ഇവരങ്ങനെയല്ല. മാവ് കുഴച്ച് വെച്ചാൽ അത് പുളിക്കുവോളം തീ കത്തിക്കത്തില്ല, ചെലവിനെ ചുരുക്കും. 10,
അകത്ത് കള്ളന്മാർ, പുറത്ത് കവർച്ചക്കാർ. 11 ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഭോഷ്ക് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മസ്കാ പോളിഷ് എന്ന് പറയും. ആരും അറിയാതെ ചെന്ന് കൈക്കൂലി കൊടുത്തും മറ്റുള്ളതായ ആനന്ദമൊക്കെ നൽകി ഗുപ്തതയിൽ കൂടെ, ഇരുട്ടിൽ കൂടെ കാര്യം സാധിച്ചുകൊണ്ട് നീതിമാന്മാരായ സാധുജനങ്ങളോട് അകൃത്യം പ്രവർത്തിക്കുന്നവർ. 12 പരിഹാസികളോടുകൂടെ കൈ നീട്ടുന്നവർ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ 12 കാര്യങ്ങളല്ല, ഒരുപക്ഷെങ്കിൽ 60, 100, 120 കാര്യങ്ങളൊക്കെ എഫ്രൈമിനെ കുറിച്ച് നിങ്ങൾക്കും പറയാൻ കാര്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് 2-3 കാര്യങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ ഓർപ്പിക്കാം. അവരുടെ അപ്പക്കാരൻ, അതിൻ്റെ 6-ാം വാക്യം, അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവനും ഉറങ്ങുന്നു, രാവിലെ ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ മറവിൽ അനേക ഗുപ്തതകൾ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ആലയത്തെങ്കിലെ വിളക്കുകൾ കെട്ടുപോകുന്നു, അവിടെ തീയുമില്ല, ചൂടുമില്ല, ഒന്നുമില്ല. എന്നാൽ മനുഷ്യരെല്ലാം എണ്ണീച്ചു വരുമ്പോൾ അവരുടെ കള്ളത്തരങ്ങളെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് പ്രഭാതത്തിൽ വലിയ ഒരു ജ്വലനം കാണിക്കുന്നു. കത്തിച്ച് തീ പകൽ മുഴുവൻ ജ്വലിച്ച് നിൽക്കുക, രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ദൈവം സുഖമാക്കുവാൻ വേണ്ടി, ചികിത്സ ചെയ്യുവാൻ വേണ്ടി ജനത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ചാണ് ഇത് പറയുന്നത്. എഫ്രൈം മറിച്ചിടാത്ത ദോശ. അവരുടെ ജീവിതത്തിൽ ഐക്യമത്യത്തിൻ്റെ ഉപദേശമില്ല. എന്നാൽ ക്രിസ്തു നമ്മുടെ മുൻപിൽ കാണിച്ചതായ ഉദാഹരണം അല്ലെങ്കിൽ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. 2 വശവും ചുട്ടെടുത്തതുപോലെ, ചൂട് വെച്ചതുപോലെ ഇരുപക്ഷവും ദൈവവുമായിട്ട് അകന്നു കഴിയുന്നവരായിരുന്നു. അവർ ദൈവമില്ലാത്തവർ, വാത്സല്യമില്ലാത്തവർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, ദൈവത്തിൻ്റെ ഉപദേശത്തിന് വഴങ്ങാത്തവരൊക്കെ ആയിരുന്നു. എങ്കിലും ദൈവം വന്ന് അവരെ സൗഖ്യമാക്കുവാൻ വേണ്ടി സൗഖ്യദായകൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടി ചികിത്സ നിശ്ചയിച്ച, ചികിത്സ അവരിൽ നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അകന്നിരുന്നതായ ഒരു വശം മാത്രം വെന്ത് കിടന്ന എഫ്രൈമുകളെ ദൈവം ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്ത് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. നിരപ്പിന്റെ ശുശ്രൂഷ, റീകൺസിലിയേഷൻ, ദ ഡോക്ട്രിൻ ഓഫ് റീകൺസിലിയേഷൻ, നിരപ്പിന്റെ ശുശ്രൂഷ അവിടെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു. അവരുടെ ഇടയിൽ ഒരു നടിച്ചുവരുണ്ടായിരുന്നു. വെന്തതും വേഗാത്തതും തമ്മിൽ കാണിക്കുന്ന 2 കളറിനെ പ്രതിഫലിപ്പിച്ച് കാണിക്കുക. മുകളിലെല്ലാം വേഗാത്ത മാവ് നിന്നുകൊണ്ട് കുത്തുവീണ് താഴത്തെ കരിഞ്ഞ അപ്പത്തോട് യാതൊരു ബന്ധവുമില്ലാതെ അവരിതാ പരിഹാസ വിഷയമായി തീർന്നത് ആ അപ്പക്കാരനും അപ്പം ചുടുന്നവരും അറിഞ്ഞില്ല. അവർ ഗ്രഹിച്ചില്ല. അവരുടെ സമയം അതിനുവേണ്ടി ചെലവഴിച്ചില്ല. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് അവർ അല്പം പോലും ഭാരമില്ലാത്തവരായിരുന്നു. അവരുടെ രാത്രികൾ അവർ ഉറങ്ങുവാനും സുഖിക്കുവാനും വേണ്ടി അവർ എടുത്തു. എന്നാൽ പകലിൽ ദേശം കാണിക്കുവാൻ വേണ്ടി വലിയ ആഴിയെ കത്തിച്ചു കാണിച്ചു. ദൈവം അതിനെ വെറുക്കുന്നു. നാം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ക്രിസ്തുയേശുവിലെ സ്നേഹത്താൽ ദൈവം നമുക്ക് തരുന്നതായ വലിയൊരു സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ മറിച്ചിടാത്ത ദോശയായി നാം തീർന്നിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് മാനുഷിക ജീവിതത്തിൽ എങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മൾ പരിഹാസികളാകാം, നമ്മൾ ഭോഷ്ക് നിറഞ്ഞവരായിരിക്കാം, ഇരുപക്ഷത്തെ കുറിച്ച് വിചാരമില്ലാത്തവരായിരുന്നിരിക്കാം, ദൈവസ്നേഹത്തെക്കുറിച്ച് വലിയ വെളിപ്പാടും ജ്ഞാനവും ഒന്നും ഇല്ലാത്തവരായിരുന്നിരിക്കാം, വാത്സല്യമില്ലാത്തവരായി നാം അകന്നു കഴിഞ്ഞവരായിരുന്നിരിക്കാം. ഇതെല്ലാം മാനുഷികമാണ്. എഫ്രൈമിന്റെ നിലപാടിനെ ദൈവം അറിഞ്ഞു. എങ്കിലും അവരെ സുഖമാക്കുവാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കർത്താവ് എടുത്തു പറയുകയാണ്. പ്രവാചകനിൽ കൂടെ പറയാണ്, പ്രവാചകനെ, ഹോശേയ പ്രവാചകനെ, നീ നോക്കൂ, എഫ്രൈമിനെ നോക്കൂ, ആ ഗോത്രം ഞാൻ എങ്ങനെ അവനെ സൗഖ്യമാക്കും? അവൻ മറിച്ചിടാത്ത ദോശയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുൻപിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നതായ സാഹചര്യം, സന്ദേശം
ക്രിസ്തുവിൽ കൂടെ നമുക്ക് രണ്ട് വശവും വെന്ത ദോശയാകാം. രുചികരമായി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരാകാം. അനേക ആത്മാക്കളെ നാം സന്തോഷിപ്പിക്കുന്നവരാകാം. വിശക്കുന്നവർക്ക് നാം ആഹാരം കൊടുക്കുന്നവരാകാം. നാം നല്ല വാക്ക് സംസാരിക്കുന്നവരാകാം. നല്ല സ്വഭാവത്തെ നമുക്ക് ഉൾക്കൊള്ളാം. എങ്ങനെ? ക്രിസ്തുയേശുവിലെ സ്നേഹത്താൽ, മറ്റൊന്നിനാലും സാധ്യമല്ല. ഈ ലോകത്തിലെ ചിന്തയും നമ്മുടെ ജന്മ സ്വഭാവങ്ങളും ഇല്ലെങ്കിൽ ജന്മനാൽ നമ്മളിൽ വ്യാപരിക്കുന്നതായ ആ ദുഷ്ടാത്മാവിൻ്റെ പ്രവൃത്തികളാൽ നാം ദോഷികളാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. എന്നാൽ ക്രിസ്തു നമുക്ക് തേജസ് തരുവാൻ കടന്നു വന്നപ്പോൾ ഇരുപക്ഷത്തെയും അവൻ ഒന്നാക്കി അവനൊരു പുതിയ മനുഷ്യനെ അവൻ സൃഷ്ടിക്കുന്നു. ആ പുതിയ മനുഷ്യൻ നമ്മളിൽ രൂപം കൊള്ളുമ്പോൾ അവനോട് ചേർന്ന് നാമും ഒരു പുതിയ മനുഷ്യനായി വളരുവാൻ അത് സാധ്യമാകും. ദിസ് ഈസ് കോൾഡ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി നമ്മളിൽ പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ, ജനറേറ്റ് ആകുന്നില്ല എങ്കിൽ നമുക്ക് അതുമായിട്ട് ഒരു സംഗമവുമില്ല. പ്രഭാതത്തിൽ തീ കത്തിക്കാമെന്നേ ഉള്ളൂ, രാത്രി മുഴുവനും ഉറക്കം. നാം പ്രശ്നത്തിനും പരിഹാരങ്ങൾക്കും വേണ്ടി, സൗഖ്യത്തിനും, നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ കണ്ണുനീരിന്, നമ്മുടെ ഓരോ വിധമായിട്ടുള്ളതായ പല പല പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. നാം മറിച്ചിടാത്ത ദോശയോ അതോ രണ്ട് വശവും വെന്ത ദോശയോ? രണ്ട് വശവും വെന്ത ദോശയാണെങ്കിൽ അനേകർക്ക് നാം ഭക്ഷണമായി തീരും. നമ്മുടെ അപ്പക്കൂടുകൾ അത് വലിയ ഒരു ദൈവ അനേകർക്ക് ആശ്വാസമുള്ള ഒരു ദേശമായി നാം മാറും, ഒരു ഭവനമായി മാറും. നാം ബേത്ലഹേം പോലെ, അപ്പത്തിന്റെ ഭവനം പോലെ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ദാഹിക്കുന്നവരും വിശക്കുന്നവരും വന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് രാവിലെ ഭക്ഷിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇല്ലെങ്കിൽ മാവ് കുഴച്ചത് മുതൽ പുളിക്കുന്നത് വരെ തീ കത്തിക്കാതെ പിശുക്ക് പിടിച്ച ആത്മാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വാർത്ഥ മനോഭാവം, നമ്മൾ നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായി നാം ഈ ഭൂമിയിൽ എരിഞ്ഞടങ്ങുന്ന ഒരു നിഷ്ഫലമായ പ്രവൃത്തിയായി നാം മാറും. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതോ ദേശത്ത് നാം പ്രയോജനമുള്ളവരാകണം. അങ്ങനെ നാം ഇരുവശവും വെന്ത ദോശയായി നാം മാറ്റപ്പെടുമ്പോൾ ദൈവം വന്ന് നമ്മുടെ രോഗത്തെ ചികിത്സിക്കും, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും. അവൻ നമുക്ക് ചികിത്സ ചെയ്യുവാൻ വേണ്ടി കടന്നു വരുന്നു. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രയീമിന്റെ അകൃത്യം എൻ്റെ മുൻപിൽ വെളിപ്പെട്ടു വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് അകൃത്യം? എഫ്രയീമിന്റെ അകൃത്യത്തെ, കുറവുകളെ ചുരുക്കി പറയുന്ന ഒരു ഫ്രൈസാണ് അവൻ മറിച്ചിടാത്ത ദോശ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം കടന്നു വരുമ്പോൾ നാം ഇരുവശവും ബന്ധവരായി, നാം ആത്മാവിലും ശരീരത്തിലും മനസാക്ഷിയിലും ശുദ്ധിയുള്ളവരായി, അകത്തും പുറത്തും ദൈവത്തോട് ബന്ധം, ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിച്ചു ജീവിക്കുന്നവർ, അനേകർക്ക് പ്രയോജനമുള്ളവർ, ഒരു രഹസ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവർ, സകലതും നഗ്നവും മലർന്നതുമായി ദൈവസന്നിധിയിൽ വ്യാജമില്ലാത്ത ഒരു പ്രാർത്ഥന കഴിക്കുന്നവർ, ഇങ്ങനെയുള്ള ദേഹികൾ, ഇങ്ങനെയുള്ള ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയുള്ള ഭവനങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഭവനങ്ങൾക്ക് വേണ്ടിയാണ് സമാധാനം കാത്തുവച്ചിരിക്കുന്നത്, ചികിത്സ കാത്തുവച്ചിരിക്കുന്നത്, സൗഖ്യം കാത്തുവച്ചിരിക്കുന്നത്. അതിനെ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.